പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു സെറ്റിൽമെൻറ്റ് എന്നുള്ളത്. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് കേസ് തീർപ്പാക്കുക എന്നല്ല, ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും കേസ് പിൻവലിപ്പിച്ച് കേസ് ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രമാണ് കമ്പനി പയറ്റിയിരുന്നത്. എന്നാൽ ഈ ഒരു സെറ്റിൽമെൻറ്റിനെ FIR ഇട്ട ചിലരെങ്കിലും പറഞ്ഞിരുന്നത് പണം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റിൽമെൻറ്റിന് തയ്യാറാണ് എന്നാണ്. എന്നാൽ ആരെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ കേസ് പിൻവലിക്കാം എന്നുള്ള രീതിയിലായിരുന്നു കമ്പനിയും കമ്പനിയുടെ വക്കീലും ഈ സെറ്റിൽമെൻറ്റിനെ കണ്ടിരുന്നത്. കമ്പനിക്ക് സ്വന്തം നിലയിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ജഡ്ജ് ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞിരുന്നതെങ്കിലും ഇവർ അതിനെ വളച്ചൊടിച്ച് അത് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഈ സെറ്റിൽമെൻറ്റ് ചർച്ചകൾ പൊളിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ചാണ്. 3 തവണകളായി നടന്നിരുന്ന സെറ്റിൽമെൻറ്റ്, അതിൽ ആദ്യത്തെ സെറ്റിൽമെൻറ്റിൽ തന്നെ ചിലർ ഞങ്ങൾക്ക് കമ്പനിയുമായി യാതൊരു വിരോധമില്ല എന്നും ഞങ്ങൾക്ക് പണമാണ് വേണ്ടതെന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്നും എഴുതി നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ എഴുതി നൽകിയത് സൊസൈറ്റിയുടെ ചില ലീഡർമാർ അത് ഫോട്ടോ എടുക്കുകയും വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ ഈ ഒരു കാര്യത്തെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതുകൊണ്ട്, ഇത് മറ്റുള്ളവരുടെ ഇടയിൽ അവരെ മോശക്കാരായി ചിത്രീകരിച്ചതുകൊണ്ട് അടുത്ത സെറ്റിൽമെൻറ്റ് ചർച്ചയിൽ ഈ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് നൽകിയ കാര്യം തിരിച്ചു വാങ്ങി കീറിക്കളഞ്ഞു. ഇതൊക്കെ അന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആധികാരികമായി ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്നവർ. അന്നൊരു പക്ഷേ ഈ സെറ്റിൽമെൻറ്റ് തയ്യാറായിരുന്നെങ്കിൽ, ഈ കേസുകളൊക്കെ പിൻവലിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി തന്നെ കിട്ടുമായിരുന്നു. എന്നാൽ അത് നടക്കരുത് എന്ന് മുൻകൂട്ടി കണ്ട, അല്ലെങ്കിൽ കേസുകൾ അവസാനിച്ചാൽ എല്ലാവരും പണം തിരികെ ചോദിക്കും എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഈ ഒരു സംഭവത്തെ പൊളിക്കാൻ വേണ്ടി വക്കീലിൻ്റെ ഓഫീസിൽ അനുമതിയില്ലാതെ വന്ന് ഇതൊക്കെ പൊളിച്ചിരുന്നത്. അവിടെ പോയവർക്ക് വളരെ മോശമായ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് സൊസൈറ്റിയുടെ ലീഡർമാരിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നത്. ഈ FIR ഇട്ടവരെല്ലാം തന്നെ വളരെ മോശപ്പെട്ടവരാണെന്നും അവർക്കൊക്കെ കോടിക്കണക്കിന് ആൾക്കാരുടെ ശാപം കിട്ടുമെന്നും അവരൊക്കെ വളരെ 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 മോശം രീതിയിൽ ഭാവി കാലം അനുഭവിക്കും എന്നൊക്കെയാണ് ഹൈറിച്ചിൻ്റെ സൊസൈറ്റി ലീഡർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ അവരെ വളരെ ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കയറി ചെന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നതിന് ആരും തന്നെ തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ പിന്നീടങ്ങ് പോയില്ല എന്നുള്ളതും സത്യമാണ്. അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് തന്നെ FIR ഇട്ടവരുടെ വക്കീൽ ജഡ്ജിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അഫിഡവിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ജഡ്ജി പറഞ്ഞത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല എങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ വേണ്ടിയാണ്, 482 പ്രകാരം ഹർജി നൽകാൻ വേണ്ടിയാണ് കോടതി അവരോട് നിർദ്ദേശിച്ചത്. എന്തായാലും വളരെ കെട്ടിഘോഷിച്ച് വളരെ പരിശ്രമം നടത്തി കൊണ്ടുവന്ന സെറ്റിൽമെൻറ്റ് എന്നുള്ള കാര്യം പൊളിച്ചത് സൊസൈറ്റിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്.